സ്വാഗതം ചാനൽ അവനേഴ്സിലേക്ക്. പുനർജന്മത്തിൻ്റെ രണ്ടാം ഭാഗം തീർച്ചയായിട്ടും എടുക്കുന്നു. ഇങ്ങനെ ജനിക്കുന്നതിൽ ചിലത് അണ്ഡജങ്ങളായും സ്വേദജീവികളായും മറ്റും, ചിലത് വൃക്ഷങ്ങളുടെ രൂപത്തിലും ജനിക്കും അത്രേ. മനുഷ്യൻ്റെ ആത്മാവ് വൃക്ഷങ്ങളായി മാറുമെങ്കിൽ ഈ വൃക്ഷത്തിന് ജീവനുണ്ടോ? വൃക്ഷങ്ങൾക്ക് ജീവനുണ്ടോ? ജെ.സി. ബോസ് എന്ന ഇന്ത്യക്കാരനാണ്, അമേരിക്കൻ പൗരത്വമുള്ള അദ്ദേഹമാണ് വൃക്ഷങ്ങൾക്ക് ജീവനുണ്ടോ എന്ന്. പക്ഷെ മനുഷ്യൻ്റെ ജീവനും ആധാരം വേണ്ടേ? ഇവിടെ നിന്ന് പോകുന്നു, പിന്നെയും പിന്നെയും ഇവിടെ തന്നെ വന്ന് വീണ്ടും ജനിക്കുന്നു. ഈ പ്രക്രിയ തുടരുന്നതല്ലാതെ മോക്ഷപ്രാപ്തി ആർക്കും ഉണ്ടാകുന്നില്ലല്ലോ. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നതിനും നരകത്തിൽ വീണ്ടും പ്രവേശിക്കാതെ സ്വർഗവാസിയായി തീരുന്നതിനും വേണ്ടി ദാനധർമ്മങ്ങൾ, വൃഥാനുഷ്ഠാനങ്ങൾ, തീർത്ഥസ്ഥലങ്ങളിലെ സ്നാനങ്ങൾ, ഈശ്വര സേവ, ഋതുകർമ്മങ്ങൾ എന്നിവയെല്ലാം ചെയ്യണത്രേ. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ എൻ്റെ ചോദ്യം വീണ്ടും ഓരോ ഭാഗത്തും ഞാൻ ചോദിക്കും, നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കും, എനിക്ക് തെളിവോടെ ഉത്തരം തരണം. അങ്ങനെയെങ്കിൽ ഇതെല്ലാം മാറി ഞാൻ നിങ്ങളുടെ വിശ്വാസ പ്രമാണത്തിലേക്ക് വരാം. ഇവിടെ മാറി മാറി അണ്ടജങ്ങളും പുഴുവും കൃമിയും കീടവും വൃക്ഷങ്ങളും ഒക്കെ ആയി ഇരിക്കുമെങ്കിൽ ഇതെന്തൊരു വിശ്വാസമാണ്? വൃക്ഷത്തെ, അതുകൊണ്ടാണല്ലോ ഇത് ഞാൻ പറഞ്ഞ ആനിമിസത്തിൻ്റെ അകത്തൊരു ഭാഗമാണ് വൃക്ഷപൂജ. ഈ പ്രകൃതിയിലുള്ള എല്ലാറ്റിനെയും, സൂര്യനെയും ചന്ദ്രനെയും മണ്ണിനെയും കടലിനെയും കാറ്റിനെയും വൃക്ഷത്തെയൊക്കെ സേവിച്ചത് ഈശ്വര സങ്കല്പമാക്കി വെക്കുന്നതിൻ്റെ പൊതുവിലുള്ള ഗ്രീക്ക് പദവിശേഷണമാണ് ആനിമിസം. ആനിമേഷൻ അല്ല, ആനിമിസം. അതിലൊന്നാണ് മനുഷ്യരുടെ ആത്മാവ് പരകായ പ്രവേശനത്തിലായി വൃക്ഷങ്ങളുടെ രൂപത്തിലാകുമത്രേ. പൃഥുക്കളുടെ ആത്മാവിനെ നേരിട്ട് സ്വർഗത്തിലേക്ക് കൈപിടിച്ച് കയറ്റുന്നതിനായി ഏറ്റവും ഫലപ്രദമായത് ബീഹാറിലെ ഗയയിൽ പോയി അവിടെ ചെന്ന് ശ്രാദ്ധബലിയും കർമ്മങ്ങളും ചെയ്താൽ മനുഷ്യന് ബ്രഹ്മലോകത്തിലേക്കും സ്വർഗലോകത്തിലേക്കും വളരെ ഈസിയായി പോകാൻ കഴിയുമെന്നും പിന്നീട് ഒരിക്കലും നരകത്തിലേക്ക് പോകാൻ ഇടവരികയില്ലെന്നും ഹൈന്ദവർ വിശ്വസിക്കുന്നു. ഇതേ ഒരവസ്ഥയുണ്ട് കത്തോലിക്ക മതത്തിൽ. ബസ്പുർഗാന സിദ്ധാന്തം, അതായത് മരിച്ചു കഴിഞ്ഞ ആത്മാവിൻ്റെ ജീവിതത്തിൽ കർമ്മങ്ങളിൽ തിന്മ പ്രവർത്തിച്ചവരുടെ ആത്മാക്കൾക്ക് നേരിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കർദിനാൾ മുഖേനയുള്ള പുരോഹിത ശ്രേഷ്ഠന്മാരിൽ പണം കൊടുത്ത്, നിശ്ചിത ഫീസ് കൊടുത്തിട്ട് അത് പ്രാർത്ഥനയൊക്കെ ചൊല്ലി ദൈവബലി അർപ്പിച്ച് അവസാനം മാർപ്പാപ്പയുടെ കയ്യിൽ ആ പണവും ആളിൻ്റെ പേരും കൊടുക്കുമ്പോൾ മാർപ്പാപ്പ തിരുമേനി അവർകൾ ഈ മരിച്ചുപോയ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ആത്മാവ്, ഈ ബസ്ബുർഗാന, അതൊരു നോവലിലെ ഒരു പേരാണ് കേട്ടോ, കുട്ടി നരകം, മലയാളത്തിൽ കുട്ടി നരകത്തിൽ നിന്നും ഒറ്റച്ചാട്ടത്തിന് സ്വർഗത്തിലെത്തും അത്ര. എന്തോ ഒരു അസംബന്ധം ആണ് കുട്ടി നരകം. ഇത്രയും അസംബന്ധങ്ങളെയൊക്കെ എന്താ നമ്മൾ വിളിക്കേണ്ടത്? അപ്പോൾ ആത്മാവിന് നാശമില്ലെന്നും അത് അഗ്നിയിൽ ദഹിക്കപ്പെടുകയോ വെള്ളത്തിൽ അലിയുകയോ വായുവിൽ ലയിക്കുകയോ ഇല്ലെന്നും ഇവർ തന്നെ വിശ്വസിക്കുന്നുണ്ട്. മരിക്കുന്ന ദിവസം മുതൽ 1 വർഷം വരെ വിധിപ്രകാരം കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ്. പിന്നീട് ആചാരമനുഷ്ഠ സാധന നടത്തിയാൽ മതി. എല്ലാത്തിനും ഓരോ സാവകാശവും ഒരു ബ്രാക്കറ്റ് പീരീഡൊക്കെ ഉണ്ട്. എന്തൊരു നല്ല ദൈവങ്ങളല്ലേ! എന്ത് ചെയ്താലും കുഴപ്പമില്ല, മനുഷ്യൻ എന്ത് തിന്മപ്രവൃത്തി ചെയ്താലും മതി, മരിച്ചു കഴിഞ്ഞേച്ച് ആത്മാക്കൾക്ക് വേണ്ടി പൂജയും ബലിയും കർമ്മങ്ങളൊക്കെ ചെയ്താൽ ആത്മാക്കൾ എങ്ങോട്ട് പോകും? മോക്ഷപ്രാപ്തി ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ജീവിച്ചിരിക്കുന്നതിൽ എന്തുകൊണ്ടാണ്, വീണ്ടും ഞാൻ ചോദ്യം ചോദിക്കുന്നു, അവനവൻ ജീവിച്ചിരിക്കുമ്പോൾ പാപിയാണെന്നും ഓർക്കുന്നത് കൊണ്ടല്ലേ നിങ്ങൾ വ്രതമനുഷ്ഠിച്ച് ശബരിമലയും മറ്റു പുണ്യസ്ഥലങ്ങളിൽ പോകുന്നത്? ഇന്ത്യയുടെയും ശ്രീലങ്കയിലെ ഇടയിൽ വരുന്ന മുനമ്പിൽ അവിടെ പോയി പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടി സമുദ്രത്തിൽ മുങ്ങിയാൽ അങ്ങനെ മുങ്ങിക്കയറുന്ന പുരുഷനാണെങ്കിൽ സേതു മാധവനെന്നും സ്ത്രീകളാണെങ്കിൽ സേതു ലക്ഷ്മി എന്നും നിങ്ങൾ പേരിടുന്നെങ്കിൽ, അങ്ങനെയെങ്കിൽ മനുഷ്യൻ പാപിയാണെന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യം വന്നതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെയെങ്കിൽ സ്വാമി വിവേകാനന്ദനെ വ്യക്തിപരമായി ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളും എൻ്റെ വായനയിലുള്ളതാണെങ്കിലും അദ്ദേഹം പറഞ്ഞത് മനുഷ്യൻ പാപിയാണെന്ന് അവനോട് പറയുന്നത് ഏറ്റവും നികൃഷ്ടമായ വിശേഷണമെന്നാണ്. അങ്ങനെയെങ്കിൽ എന്തിനാണ് ഈ പറഞ്ഞ സമുദ്രത്തിൽ പോയി മുങ്ങുന്നത്? കാശിക്കും പുണ്യസ്ഥലങ്ങളിൽ ഹിമാലയ പർവ്വതത്തിലും നിങ്ങൾ പോകുന്നത് എന്തിന്? മനുഷ്യൻ പാപിയാണ്,
ആരെല്ലാം വേദാന്തങ്ങളിലൂടെ പറഞ്ഞാലും മനുഷ്യൻ പാപിയാണെന്ന് തോന്നുന്നതുകൊണ്ടാണല്ലോ മരിച്ചതിന് ശേഷം ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്. എന്നാൽ വിശുദ്ധ ബൈബിൾ ഓർപ്പിക്കുന്നത് മരിച്ചതിന് ശേഷം യാതൊരു ശേഷക്രിയകൾക്കും സ്ഥാനമോ സ്വാധീനമോ ആത്മാവിൻ്റെ മേലില്ല എന്നും അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിൻ്റെ പ്രവൃത്തിയാണ് അനുഭവിക്കുക എന്നും ഞാൻ ഇത്തരത്തിൽ നിങ്ങളോട് ഓർപ്പിക്കട്ടെ. മരിച്ച വ്യക്തിക്ക് വേണ്ടി കർമ്മങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ മൃതൻ അത് രാപകൽ വ്യത്യാസമില്ലാതെ അലഞ്ഞു നടക്കാൻ ഇടയാകും. അല്ലെങ്കിൽ നേരത്തെ വല്ല കൃമിയോ കീടമോ പരാഗമായി ജനിച്ച് പിന്നീട് മരിക്കാൻ ഇടവരും. ശവദാഹ സമയത്ത് ആവശ്യമായ മന്ത്രോച്ചാരണങ്ങളും കർമ്മങ്ങളും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പരേതാത്മാവിൻ്റെ പുറകെ പോയിട്ട് അതിൻ്റെ ആത്യന്തിക മോക്ഷപ്രാപ്തിക്കുള്ള മാർഗതടസ്സങ്ങളെ കണ്ടെത്തി പ്രതിവിധികൾ നടത്താനും പൂജകന്മാർക്ക് കഴിയുമെന്ന് ഇവർ പറയുന്നു. അതും ഒരു ഭയങ്കര അതിശയം അത്ഭുതമല്ലേ? മരിച്ചുപോയുടെ ആത്മാക്കളെ ഇത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പോലീസുകാർ കള്ളനെ പിടിക്കാൻ വല വീശിയിട്ടുണ്ടെന്നൊക്കെ സാഹിത്യ ഭാഷയിൽ പറയുന്നതുപോലെ, ഒളിയിരുന്ന് ആക്രമിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഗുണ്ടകളെയും മറ്റ് രാജ്യദ്രോഹം ചെയ്യുന്നവരെയൊക്കെ സൈന്യങ്ങൾ ഒളിയിടത്തിൽ പോയി പിടിക്കുന്നത് പോലെ മരിച്ചുപോയതിൻ്റെ ആത്മാക്കളുടെ പുറത്ത് പൂജാരി എന്ന വിശേഷണം തെറ്റാണ്. പൂജാ കർമാദികൾ ചെയ്യുന്നവൻ ആരോ ആ വ്യക്തിയെ പൂജകൻ എന്ന, കർമ്മം അനുഷ്ഠിക്കുന്നവൻ പൂജകനാ, പൂജാരിയല്ല. അപ്പോ പൂജകൻ മരിച്ചവരുടെ ആത്മാക്കളെ പുറകിൽ പോയി തേടിപ്പിടിക്കുക. എൻ്റെ ചോദ്യം വീണ്ടും, ഈ മരിച്ചവരുടെ ആത്മാവിനെ തേടിപ്പിടിച്ചത് സഞ്ചിക്കകത്താണ്, കൊട്ടയ്ക്കകത്താണ്, പേഴ്സിൻ്റെ അകത്താണ്? എങ്ങനെയാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്? എന്നിട്ട് എങ്ങനെയാണ് ഈ അദൃശ്യമായ ആത്മാവിനെ നിങ്ങൾ എവിടെ വെച്ചിട്ടാണ് ശുദ്ധീകരിക്കുന്നത്? ഇതിനൊക്കെ എന്തെങ്കിലും ഒരു പ്രതിവിധി പറയാവോ? സത്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വാസത്തെ തെളിയിച്ചാൽ ഞാൻ നിങ്ങളുടെ കൂടെ വരാം. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. അപ്പം ആത്മാവിന് ദൃശ്യമല്ല. ആത്മാവ് ഏതെങ്കിലും തരത്തിലാണെങ്കിൽ അതിനെ പിന്നീട് കണ്ടെത്താനോ നമ്മളുടെ വരുതിയിലാക്കാനോ കഴിയില്ലെന്നും ഞാൻ താഴ്മയോടെ നിങ്ങളോട് പറയട്ടെ. ഓരോ ഘട്ടത്തിലും നിർവഹിക്കുന്ന കർമ്മങ്ങൾ യഥാവിധി എനിക്ക് മുമ്പുള്ള തലമുറയിൽ തിന്മ ചെയ്തിട്ട് ഈ രൂപത്തിൽ ഞാൻ ജനിച്ചു. ഞാനൊരു കുറ്റവാളിയാണ്. ക്രിമിനൽ കേസ് പിടിക്കപ്പെട്ടു. ഹൈക്കോടതിയിലല്ല, സുപ്രീം കോടതിയിൽ എന്നെ വിളിച്ചപ്പോൾ കേസിന് എൻ്റെ ഫയൽ എടുത്തപ്പോൾ പറഞ്ഞു, സാർ, ബഹുമാനപ്പെട്ട കോടതിയോട് പറയട്ടെ, ഞാൻ 100% ഇന്നസെൻ്റാണ്, നിഷ്കളങ്കനാണ്. ഞാൻ ഈ ചെയ്തതൊന്നും ഞാനല്ല, പിന്നെ ആരാണ്? എൻ്റെ പുനർജന്മത്തിലെ വ്യക്തി കഴിഞ്ഞ ദിവസങ്ങളിൽ പരകായ പ്രവേശനത്തിൽ നടത്തി എൻ്റെ ദേഹിയിൽ വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നസെൻ്റാണ്, ഞാനിതൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ രണ്ടാമത്തെ പാർട്ടിയില്ലേ, ആര് ഈ പരകായ പ്രവേശനം നടത്തിയവനാ, അവനാണ് ഈ കർമ്മം ചെയ്തത്. അതുകൊണ്ട് എന്നെ പൂർണ്ണമായും കോടതി കുറ്റത്തിൽ നിന്നെല്ലാം ശിക്ഷിക്കാതെ എന്നെ സ്വതന്ത്രനായിട്ട് വിടണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. കോടതി അങ്ങനെ വിടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അന്ധവിശ്വാസികളായ പുനർജന്മക്കാരെ? അല്ല. കോടതിയിലെ നിയമമായാലും ശരി, രാജ്യത്തിന്റെ നിയമമായാലും ശരി, ഏത് നിയമമായാലും ജീവിച്ചിരിക്കുന്ന സ്ഥിതിബോധമുള്ള, ഈ സമൂഹത്തിൽ ജീവിക്കുന്ന സുബോധമുള്ള വ്യക്തിക്ക് മാത്രമേ ശിക്ഷിക്കുകയുള്ളൂ.